ഹലോ, ഹിയർ ഐ ആം ഹീലിംഗ് വൈൽ ഹേർട്ടിങ്. ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കറല്ല. സംടൈംസ് എൻ്റെ വോയിസ് ക്രാക്ക് ആവും, വേർഡ്സ് കിട്ടാതെ തപ്പിത്തടയും. പിന്നെ ഇതുപോലെ ചിരിച്ച് ഞാൻ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. കുഴപ്പങ്ങളാണെന്നറിയില്ല, എങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയാം. ബട്ട് പ്ലീസ് ലിസൺ, പ്ലീസ് ട്രൈ ടു ലിസൺ. ബിക്കോസ് ഇത് പറയാൻ ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്, ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാൻ. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് മൈ സ്റ്റോറി, ഓക്കെ? ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ഔട്ട് ദെയർ ഹു ലോസ്റ്റ് ദെയർ ചൈൽഡ്ഹുഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് എങ്ങനെയൊക്കെയോ വളർന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു പാസ്റ്റും ഇല്ല, നല്ലൊരു ചൈൽഡ്ഹുഡും ഇല്ലാതെ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒത്തിരി സൈലൻറ്റ് സ്ട്രഗിൾസ് ചെയ്യുന്ന ഒരുപാട് ഗുഡ് സോൾസ് ഉണ്ട് നമുക്ക് ചുറ്റും. അവരുടെ സ്ട്രഗിൾസിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഉദ്ദേശങ്ങളെ എനിക്കുള്ളൂ കേട്ടോ. ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മിസ്റ്റേക്സും അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം ഇൻക്ലൂഡഡ് ആവണം. എനിക്ക് എൻ്റെ സിക്ക് ഡേയ്സിൽ എനിക്ക് സംസാരിക്കണം, ഞാൻ ലോ ആയിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് സംസാരിക്കണം. എനിക്ക് വളരെ റിയൽ ആൻഡ് റോ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരിടം, അതാണ് ഞാൻ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ എൻ്റെ ലൈഫിൽ എനിക്ക് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം നോട്ട് എ കൺസിസ്റ്റൻറ്റ് പേഴ്സൺ. ഞാൻ എന്ത് തുടങ്ങിയാലും മാക്സിമം 1 വീക്ക് അതിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അത്രയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നൊരു കാര്യം കൂടിയാണത്. സോ പെർഫെക്ഷനിസം മാത്രം എക്സ്പെക്റ്റ് ചെയ്യരുതെന്നുള്ള ഒരു ഡിസ്ക്ലെയിമറും കൂടെ വയ്ക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ? നോട്ട് ഓൾ വോൺസ് ആർ വിസിബിൾ, റൈറ്റ്? എല്ലാ വേദനകളും അങ്ങനെ എപ്പോഴും എല്ലാവരും അറിഞ്ഞണമെന്നൊന്നുമില്ല അല്ലേ? ചില മനുഷ്യരില്ലേ, ചെറുപ്പത്തിലേ ഉണ്ടായ എന്തെങ്കിലും ഒരു വേദന എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളാണെന്നൊന്നുമില്ല. അന്നത്തെ പിഞ്ച് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ഇന്നത്തെ ആ മെച്ചോർഡ് മൈൻഡിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും. ആ വേദന ലൈഫ് ലോങ് ചുമക്കുന്ന മനുഷ്യർ, ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. എങ്ങനെ അവർക്കത് അതിൽ നിന്ന് റിക്കവർ ആവണം, അതൊരു പ്രശ്നമാണെന്ന് പുറത്തു പറയാൻ പോലും പലർക്കും മടിയായിരിക്കും. കേൾക്കുന്നവരും അങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ ഒരു പ്രശ്നമാണോ, ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളെ അതങ്ങ് ഒതുക്കും. പലപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത പെയിനെക്കാട്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കാറുണ്ട് അല്ലേ? എന്താ ഇവർക്കൊന്നും മനസ്സിലാവാത്തേ, എന്താ ഇവരൊന്നും ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാത്തേ എന്നൊരു ചോദ്യത്തോടെ വന്ന് നിൽക്കാത്ത മനുഷ്യരും ചുരുക്കമായിരിക്കും. ഇതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലടോ. എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം എങ്ങനെ പറഞ്ഞാലും അവർക്കതൊരു സ്റ്റോറിയല്ലേ, എത്ര പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും. അപ്പോൾ പിന്നെ മനസ്സുകൊണ്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരടുത്ത് പറയാതിരിക്കലല്ലേ അതിൻ്റെ ശരി. ചൈൽഡ്ഹുഡ് ഈസ് സപ്പോസ് ടു ബി സേഫ്, ഫൺ, ലേണിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. ബിക്കോസ് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നൊരു ഫേസാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അത് താളം തെറ്റിയ മനുഷ്യരായിരിക്കും മിക്കപ്പോഴും അവരുടെ മെച്ചേർഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവരുടെ മെച്ചേർഡ് ഫേസിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻ ബ്രോക്കൺ ഹോംസ് ഓർ പാരൻലെസ് ലൈഫ്. രക്ഷകർത്താക്കൾ ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഉണ്ടായിട്ടും അവരുടെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ദേ ബിക്കം മിനി പാരൻസ്. അവർ തന്നെ അവരെ പാരൻ്റ് ചെയ്യാൻ ആരംഭിക്കുക, അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്ന വഴി അവർ പാരൻറ്റിങ്ങിലേക്ക് കടന്നു വരിക. ഒന്നും അറിയാത്ത പ്രായത്തിൽ ഫാമിലീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ബേർഡൻസും സ്വാഭാവികമായി തലയിൽ വന്ന് വീഴുന്ന കുറച്ച് കുട്ടികളുണ്ട്. ദേ സഫർ എ ലോട്ട് ഇൻ ദെയർ ചൈൽഡ്ഹുഡ്. ബിക്കോസ് ഒരു ചെറിയ പെൺകുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, മറ്റുള്ളവരെ കൂടുള്ളവരെ കെയർ ചെയ്യുക, അതേപോലെ ആൺകുട്ടികളാണെങ്കിൽ ആ വീടിൻ്റെ ഒരു മാനായി മാറുക. സംടൈംസ് ഇറ്റ് ബിക്കംസ് ഫിനാൻഷ്യൽ ടു. they don't know what to do but still have to do. അങ്ങനൊരു സിറ്റുവേഷൻ. ജീവിതം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിയേണ്ടി വരുമ്പോൾ അവർക്കവിടെ നഷ്ടപ്പെടുന്നത് അവരുടെ സ്വാഭാവികമായി കിട്ടേണ്ട ഒരു ചൈൽഡ്ഹുഡാണ്.
വെൻ ഇറ്റ് കംസ് ടു പാരൻറ്റിങ്, എല്ലാവരും ചിന്തിക്കുന്നത് അത് അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം കടമയാണെന്നാണ്. വാട്ട് ഇഫ് ദ പാരൻസ് ഈസ് നോട്ട് റൈറ്റ്? അവിടെ മറ്റൊരു വ്യക്തി വരണ്ടേ? അങ്ങനെ ആരും ഇല്ലാത്തവരായിരിക്കില്ലല്ലോ. ഹൗ ഡു യു ഫീൽ? നിനക്കൊണ്ടിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് വേണോ? അറ്റ്ലീസ്റ്റ് നീ ഒരു കുട്ടിയാണ് എന്നൊന്ന് റിമൈൻഡ് ചെയ്യാനുള്ള സ്പേസ് പോലും ആരും അവർക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ദി മിസ്ഡ് ബീയിങ് കിഡ്സ്. കുട്ടികളായിരിക്കാനുള്ള ആ ഒരു സാഹചര്യം പോലും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു ബാല്യകാലം ഇല്ലാത്ത മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഓർത്തു വയ്ക്കാൻ പറ്റിയ ഒന്നുമില്ലാത്ത എന്തൊരു സഫറബിൾ മൊമെൻ്റ് ആണല്ലേ. ഒരു കുട്ടി ഫോഴ്സ്ഡായിട്ട് ഒരു അഡൾട്ടായിട്ട് മാറുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ നിശബ്ദമായിട്ട് ഇല്ലാതാവുന്നില്ലേ? ആഗ്രഹങ്ങളായിരിക്കാം, മുന്നോട്ടുള്ള വഴികളായിരിക്കാം, എന്തൊക്കെയോ. എനിക്കൊരിക്കലും പാരൻസിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. വാട്ട് അബൌട്ട് ദ അതർ അഡൾട്ട്സ്? ഒരു കുട്ടി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് പാരൻസിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? വെൻ ദേ ബിക്കം അഡൾട്ട്, അപ്പോൾ അവർ ഈ സമൂഹത്തിന് വേണ്ടിയല്ല ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഫാമിലിയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. മേ ബി സം ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഷുഡ് ബി ദെയർ. അവിടെ ഉണ്ടാവണം ആരെങ്കിലും. വെൻ ഇറ്റ് കംസ് ടു പാരൻറ്റിങ്, എ റിയൽ പാരൻറ്റ് ഷുഡ് ബി നോട്ട് ജസ്റ്റ് ബി ദ പ്രൊവൈഡേഴ്സ്. നിനക്ക് ഞാൻ ഭക്ഷണം തരുന്നു, നിനക്ക് ഞാൻ വസ്ത്രം തരുന്നു, നീ ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരുന്നു എന്നുള്ള ഒരു നിലയിൽ ഒതുങ്ങാതെ ദർ ഷുഡ് ബി സംവൺ, ഓർ ദ പാരൻറ്റ് ഈസ് സംവൺ ഹു ഗിവ്സ് ഗൈഡൻസ്, ഇമോഷണൽ സേഫ്റ്റി, ലവ് ആൻഡ് വാല്യൂസ്. ഇതാണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയാതെ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാകണം. ദാറ്റ്സ് മെന്റ് ബൈ ദ ഇമോഷണൽ സേഫ്റ്റി. അവർക്ക് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും അവരുടെ വാല്യൂസ് ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാനുള്ള ഒരു ഗൈഡൻസ് എപ്പോഴും പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കണം. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതാരെയും ബ്ലെയിം ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അല്ലാന്ന് എനിക്കറിയാം. സ്റ്റിൽ സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന പാരൻസ് ഒരുപാടുണ്ട്. ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദ റൈറ്റ് പാരൻറ്റിങ് ടു. ആ രക്ഷകർത്താക്കൾക്കും കിട്ടിയിട്ടില്ല കറക്റ്റായിട്ടുള്ള പാരൻറ്റിങ്. അവർക്കറിയില്ല, അതാണ് സത്യം. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇങ്ങനെയുള്ള പാരൻസിനെ സംബന്ധിച്ച് കുട്ടികളുടെ നല്ല ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഗുഡ് മണി മേക്കിംഗ് ആയിട്ടുള്ളൊരു കരിയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സേഫായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സേഫ് ആകുക എന്നുള്ള ഒറ്റ പൊസിഷൻ മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവാറുള്ളൂ. അതിലുപരി അവരെന്ത് സ്ട്രെസ് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ, അവർക്ക് ഇനി സപ്പോർട്ട് നീഡഡ് ആണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും പലപ്പോഴും ഇങ്ങനെയുള്ള പാരൻസ് കൺസേൺ ആവാറുമില്ല. മേ ബി ദേ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഈ ഒരവസ്ഥ അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരെന്താണോ അവരുടെ ജീവിതത്തിൽ മിസ് ചെയ്യുന്നത്, അതായത് ആ കുട്ടികൾ എന്താണോ ആ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുള്ളത്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവർ സെൽഫ് പാരൻറ്റിങ് ആരംഭിക്കും. സ്വയം അവരെ വളർത്താൻ ശ്രമിക്കും. പക്ഷെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യമല്ലേ എന്ന് തോന്നുമായിരിക്കാം. പക്ഷെ ശരിക്കും അതൊരു നല്ല കാര്യമല്ല. ബിക്കോസ് അതുവഴി ആ കുട്ടി അനുഭവിക്കുന്നത് ഒരു വലിയ മെൻ്റൽ സ്ട്രഗിൾസ് ആണ്. സ്വയം ഒരു ഹൈപ്പർ റെസ്പോൺസിബിൾ ആകുക, അല്ലെങ്കിൽ തെറ്റുകളെ ഭയക്കുക, സ്കെയർ ഓഫ് മിസ്റ്റേക്സ്, തെറ്റ് ചെയ്യാൻ തന്നെ ഭയക്കുക, ഒരു പേടിയോടുള്ളൊരു ജീവിതം എന്ന് പറയുന്നതിലുപരി കീപ് സർവൈവിങ്, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്ക് എത്തിപ്പെടുക. സ്വപ്നം കാണാനോ അല്ലെങ്കിൽ നല്ലൊരു നാളെപ്പറ്റി ആഗ്രഹിക്കാനുള്ളൊരു ഒരവസ്ഥ തന്നെ ഇല്ലാതാവുക. അതിലും വലുതൊരു കുട്ടിയോട് ചെയ്യാനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ട്രൂത്താണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പാരൻസ് നെവർ കെയർസ് അബൌട്ട് ഇറ്റ്. അവരെപ്പോഴും പാരൻറ്റിങ് എന്നുള്ളത് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം, ഐ ആം ദ പാരൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് പോകാറുള്ളത്. വാട്ട് അബൌട്ട് ദ ചൈൽഡ് ഹു ഡിസേർവ്സ് എ ഗുഡ് പാരൻറ്റിങ്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ അൺഡിസേർവബിൾ പെയിൻ? ആരാണ് ഈ ഒരു വേദനയ്ക്ക് ഉത്തരവാദി? ആരെ ബ്ലെയിം ചെയ്യണ്ടേ? അറിയാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി റെഡിയാകാത്ത പ്രായത്തിൽ
തയ്യാറല്ലാത്ത പ്രായത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ അതിലേക്ക് ഫോഴ്സ് ചെയ്യിക്കുന്ന സൊസൈറ്റിയാണോ? ആരാണ്? ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്: എവ്രി ചൈൽഡ് ഡിസേർവ്സ് എ പാരൻറ്റ്, ബട്ട് നോട്ട് എവ്രി പാരൻറ്റ് ഡിസേർവ്സ് എ ചൈൽഡ് എന്ന്. ഈ കോട്ട് ഇത്രയും ഡീപ്പായി തോന്നുന്നതിന് ഒരു റീസണും കൂടെ ഉണ്ടല്ലേ. ബിക്കോസ് വി ലിവ്ഡ് ഇൻ ദാറ്റ് പെയിൻ. ലിവ്ഡ് അല്ല, ഇപ്പോഴും ലിവിങ് ആണ് സം ഓഫ് അസ്. എനിക്കറിയാം, ഞാൻ മാത്രമല്ല. ഈ വീഡിയോ ഇത്രയും ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഓരോ മനുഷ്യരും, അല്ലെങ്കിൽ ഇത്രയും താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ആ വേദന നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. യു ഗോ ത്രൂ ദാറ്റ് പെയിൻ വെരി ബാഡ്ലി ആൻഡ് ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹൗ ദാറ്റ് പെയിൻ അഫക്റ്റഡ് അവർ ഗ്രോത്ത്, അവർ മൈൻഡ്, അവർ ഡ്രീംസ്, അങ്ങനെ നമ്മുടെ മനസ്സിനെയും വളർച്ചയും സ്വപ്നങ്ങളെയും ബാധിച്ച എല്ലാത്തിനെയും പറ്റി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹൗ വി സ്ലോലി സ്റ്റാർട്ട് ഹീലിംഗ്. ഉണങ്ങാത്ത മുറിവുകൾ ഒരിക്കലും നമ്മളെ വളർച്ചയിലേക്ക് എത്തിക്കില്ല അല്ലേ. ഈവൻ നമ്മളുണ്ടാക്കിയ മുറിവല്ല എങ്കിൽ കൂടി അതിനെ ഉണക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇന്ന് നമുക്ക് തന്നെയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തൽക്കാലത്തേക്ക് നമുക്കിവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തിൽ, ഐ റിപ്പീറ്റ്, വിലപ്പെട്ട ജീവിതം, ആ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് സമയമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, യു മാറ്റേഴ്സ് ആൻഡ് യുവർ ലൈഫ് മാറ്റേഴ്സ്. Please take care of yourself. I'll see you in part 2. Bye guys.